കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദത്തെ തുടർന്ന് കുട്ടിയെ ആ സ്കൂളിൽ നിന്നും മാറ്റി പഠിപ്പിക്കാൻ കുട്ടിയുടെ പിതാവ് അനസ് തീരുമാനിച്ചു എന്നുള്ള വാർത്ത ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞത്, ഈ കുട്ടി ഹിജാബ് ധരിച്ച് അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ള കുട്ടികളിൽ അത് ഭയമുണ്ടാക്കുന്നു അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന പ്രധാനാധ്യാപികയുടെ പരാമർശം ആ കുട്ടിയെ വലിയ രീതിയിൽ മാനസികമായി വലിയ ധർമ്മസങ്കടത്തിലാക്കി. ഇതോടെ ഇനി ആ സ്കൂളിലേക്ക് പോകേണ്ടതില്ലെന്നും അവിടെ പഠിക്കേണ്ടതില്ലെന്നും ആ കുട്ടി തന്നെയാണ് തീരുമാനിച്ചതും ഈ വിവരം പിതാവിനെ അറിയിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം കുട്ടിയുടെ പിതാവായ അനസ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹത്തിനെതിരെ നടക്കുന്നത് വ്യാപകമായ അക്രമങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മതഭ്രാന്തനായി ചിത്രീകരിച്ചും അദ്ദേഹം വെറും മതംതീനിയാണെന്നും കുട്ടിക്ക് മതിയായ വിദ്യാഭ്യാസം നൽകാനോ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് ശോഭനമായൊരു ഭാവി നേടിക്കൊടുക്കാനൊന്നും അയാൾക്ക് താല്പര്യമില്ലെന്നും അയാൾക്ക് വെറും മതഭ്രാന്താണെന്നും മതം തിന്നാണ് അയാൾ ജീവിക്കുന്നതെന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരും ആക്രമിക്കുന്നവരും അതിന് ചൂട്ടുപിടിക്കുന്നവരുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് പോലും കൊടുക്കാത്തത്ര ഉന്നതമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 4 പെൺമക്കളാണുള്ളത്. ഒരു മകൾ ലണ്ടനിൽ PGക്ക് പഠിക്കുകയാണ്, മറ്റൊരു മകൾ റഷ്യയിൽ MBBSന് പഠിക്കുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളും അദ്ദേഹത്തിനുണ്ട്. ലോൺ എടുത്തും മറ്റ് പല മാർഗങ്ങളിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അദ്ദേഹത്തിനാണോ നിങ്ങൾ മതഭ്രാന്തനെന്നും ഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത വെറും മതംതീനിയാണെന്നൊക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്? ഏതായാലും ഈ സംഭവത്തോടെ ഒരു കാര്യം വ്യക്തമാണ്. കേവലം 1/2 മീറ്ററോളം വരുന്ന ഒരു തുണി ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവളുടെ മതപരമായ അവകാശത്തിൻ്റെ പേരിൽ ഹിജാബായി തലയിൽ ധരിക്കാൻ നിങ്ങൾ അവസരം നൽകുന്നില്ല എങ്കിൽ നിങ്ങളോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ തീരുമാനം. ഈ സമുദായത്തിൻ്റെ തീരുമാനം അതുതന്നെയാണ്. അല്ലാത്ത പക്ഷം ഹിജാബ് അഴിച്ചു വെച്ച് കുട്ടിയെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കൂ, വിദ്യാഭ്യാസം നൽകൂ, ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകൂ, മതചിഹ്നങ്ങൾ ഒഴിവാക്കൂ എന്നൊക്കെയുള്ള നിങ്ങളുടെ കാപഢ്യം നിറഞ്ഞ വർഗീയപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ആ രീതിയിൽ ആ പിതാവും ആ പെൺകുട്ടിയും മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാളെ മറ്റ് പല രീതിയിലും കുട്ടികളുടെ മതപരമായ അവകാശത്തെ നിങ്ങൾ ഹനിക്കുകയും ആക്രമിക്കുകയും ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? അത്തരത്തിൽ നിങ്ങൾ പറയുന്ന വായ്ത്താളങ്ങൾ കേട്ട് മുസ്ലിം സമുദായം വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നാളെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആൺകുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ തടയും. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെ നിങ്ങൾ തടയും. അതിലൂടെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് മതപരമായി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ തടഞ്ഞുകൊണ്ടും ശ്വാസം മുട്ടിച്ചുകൊണ്ടും കാലക്രമേണ ഓരോന്നോരോന്നായി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള വർഗീയപരമായ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും മുസ്ലിം വിരുദ്ധത നിറഞ്ഞ മനോഭാവങ്ങളും തുടക്കത്തിൽ തന്നെ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് അനസും അദ്ദേഹത്തിൻ്റെ മകളും ആ സ്കൂളിൽ നിന്നും മാറി മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കാമെന്ന് തീരുമാനിച്ചതിൽ നിന്നും വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കാരണവശാലും സമുദായം വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരു മുസ്ലിം ആൺകുട്ടി 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു ഹിജാബ് തലയിലിട്ടു എന്ന് കരുതി അവരെ മതഭ്രാന്തരാക്കി ചിത്രീകരിച്ച് മതംതീനികളായി ചിത്രീകരിച്ച് എല്ലാ രീതിയിലും അവരെ അസ്ഥിരപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വർഗീയ ചിന്തകൾ മുസ്ലിങ്ങളടുത്ത് ചിലവാവില്ല എന്ന് മാത്രമല്ല, അത്തരം ചിന്താഗതിക്കാരെ, അത്തരം മാനേജ്മെൻറ്റിനെ, സ്കൂളിനെയൊക്കെ തുറന്നു കാണിക്കാനും വേണ്ടി വന്നാൽ അത്തരം സ്കൂളുകൾ ഉപേക്ഷിക്കാനുമാണ് സമുദായത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ സെൻറ് റീത്ത സ്കൂളിൻ്റെ അധികൃതർ ഈ ഹിജാബ് ധരിച്ച് ക്ലാസ്സിലിരിക്കാനുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശം, ആ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ വിഷയം ഗൗരവമായി എടുക്കാതെ സ്കൂൾ ആവശ്യപ്പെട്ടതുപോലെ ആ ഉത്തരവിന് സ്റ്റേ നൽകാതെ അവരെ മടക്കി അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിഷയം കൂടി ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഈ അവസരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പൊതുസമൂഹവും സമുദായവും മതേതരവാദികളും ഇത്തരത്തിൽ വർഗീയ ചിന്തകളുമായി നമുക്കിടയിൽ കുത്തിത്തിരിപ്പുമായി നടക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും തിരിച്ചറിയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ നാട്ടിൽ നിലവിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ ഏറെ അത്യാവശ്യവുമാണ്.